ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ഇന്നൊരു പ്രധാന വചനമാണ്, പ്രത്യേക വചനമാണ്. 2 സാമുവേൽ 12-ാം അധ്യായം 19-20 വാക്യങ്ങൾ. സേവകന്മാർ അടക്കം പറയുന്നത് കണ്ടപ്പോൾ കുഞ്ഞു മരിച്ചുവെന്ന് ദാവീദ് മനസ്സിലാക്കി. അവൻ അവരോട് ചോദിച്ചു, കുഞ്ഞു മരിച്ചുവോ? ഉവ്വ്, അവർ മറുപടി പറഞ്ഞു, കുഞ്ഞു മരിച്ചു. 20-ാം വാക്യം, അപ്പോൾ ദാവീദ് തറയിൽ നിന്ന് എഴുന്നേറ്റ് കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറി ദേവാലയത്തിൽ പോയി ആരാധിച്ചു. മരണത്തിൻ്റെ ദുരൂഹമായ കെണിയും ഭാരവും വിലാപവും അറിയാത്ത, ചങ്ക് മുറിയാത്ത ആരുമില്ല. പക്ഷേ മരണം എന്ന സത്യത്തെ ദാവീദ് സ്വീകരിച്ചിട്ട് പറയുക, കുഞ്ഞു മരിച്ചോ ഇല്ലയോ എന്ന് അറിയുവോളം തറയിലിരുന്ന് പരിതപിച്ച് പ്രാർത്ഥിച്ചു, പ്രായശ്ചിത്തം ചെയ്തു, ത്യാഗമെടുത്തു. പക്ഷെ ദൈവത്തിൻ്റെ നീതി മറ്റൊന്നാണെന്നറിഞ്ഞപ്പം ദാവീദ് തറയിൽ നിന്ന് എഴുന്നേറ്റ് കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറി പോയി ആരാധിച്ചു. നമ്മുടെ വിലാപങ്ങൾക്ക് ഒരു അറുതിയുണ്ട്. പറയാൻ എളുപ്പമാണ്, എങ്കിലും കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ മുമ്പിൽ നമ്മുടെ വിലാപങ്ങളെ കൈയൊഴിയാൻ പറ്റുന്നവനാണ് നീതിമാനും ശക്തനും. ദാവീദ് ശക്തനായിരുന്നത് കൊണ്ട് അവൻ നിലത്തു നിന്ന് എഴുന്നേറ്റ് കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറി തൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട വേദന പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കാതെ കുഞ്ഞിനെ തന്നവനെ ആരാധിച്ചു. വിലാപങ്ങളെ ആരാധനയാക്കാൻ ഒരു മഹാകരുത്ത് നമുക്ക് ചോദിക്കാം. ആമേൻ, ആമേൻ, ആമേൻ.